ഇതുപോലെ എന്താ ദൈവം ഈ ദൈവവിശ്വാസത്തിൽ ബ്ലാക്ക് ബെൽറ്റാണ് എല്ലാവരും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാധനം നടക്കുകയില്ല, പ്രാർത്ഥന മാത്രം, ഒന്നും നടക്കുകയില്ല. എന്ന് വെച്ചാൽ വഴിയിൽ ഒരാൾ വീണൊരു വണ്ടി കിട്ടുകയില്ല ആശുപത്രിയിൽ കൊണ്ട്. അവിടെ വലിയ മെമ്മോറിയൽ സ്റ്റോണിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 34 പേരുടെ തലവെട്ടിയ മഹാനാണ് ഈ ഹീറോ. 137 heads. He had 7 wives and 150 grandchildren. ഹ്യൂമൻ പവറിൻ്റെ സേഫ് ഡിപ്പോസിറ്റ് ലോക്കറാണെന്നാണ് പറയുന്നത് സ്കൾ. അപ്പോൾ ഒരു വേറൊരാളുടെ സ്കള് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അയാളുടെ മുഴുവൻ പവർ നമുക്ക് കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. പിന്നെ ഈ പ്രായം എന്ന് പറയുന്നത് ഇവിടെ ഒരു വിഷയമല്ലെന്നേ. അമ്മമ്മമാരൊക്കെ ചുമ്മാ രാവിലെ പയർ പോലാണ് എഴുന്നേറ്റ് പോയി പാടത്ത് പോകുന്നത്. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ദേഷ്യം, അവിടെ പോകണമെന്ന് പറയും. പിന്നെ ഈ തലയോടുകളാണ് എല്ലായിടത്തും. ഈ ഇവരുടെ ഒരു അലങ്കാര വസ്തു എന്ന് പറയുന്നത് മൃഗങ്ങളുടെ തലയോടുകളാണ്. എല്ലാ വീട്ടിലും ഭിത്തി മുഴുവൻ ഇങ്ങനെ. ഈ അടുത്ത കാലം വരെ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാന വീടിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. ആ അടുപ്പിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇറച്ചി മുതൽ 100-200 വർഷം പഴയുള്ള തലയോടുകൾ വരെ കാണും. എല്ലാവരുടെയും ജോലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇരിക്കുക, പിന്നെ മാല ഓർക്കുക. എന്തുമാല? ഒരു മനുഷ്യൻ പോലും വോട്ട് ചെയ്തിട്ടില്ല ഈ 11:30 വരെ. ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ പോലീസുകാരോട് ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്യലെന്ന് ചോദിച്ചു. നിങ്ങൾ വോട്ട് ചെയ്യല്ല, നമ്മൾ വോട്ട് ചെയ്യലെന്ന് പറഞ്ഞു. അവരൊക്കെ എൻപോ സപ്പോർട്ടേഴ്സാണ്. ലോകം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ അപ്പത്താനികളുടെ. ഇത് യുനെസ്കോ ഇത് ലോകത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷി രീതിയാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സാധനമാണ്. ഞാനിങ്ങനെ ഈ മോൺ ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനവിടെ ഒരു 4 ദിവസം അവിടെ താമസിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയാം. ദെൻ യു ആർ നോട്ട് എ ട്രാവലർ, യു ആർ എൻ എക്സ്പ്ലോറർ. പട്ടാളക്കാരനാ. മിസോറാം ഭയങ്കര ഒരു സ്ട്രേഞ്ച് സ്ഥലമാണ്. അതായത് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളോട് ഒരു ബന്ധമില്ലാത്ത സ്ഥലം. അത് ഭയങ്കര അവിടുത്തെ ആളുകളും ഒക്കെ വളരെ എന്താ പറയണ്ടേ അർബനൈസ്ഡ് ആണ്. അവരുടെ വേഷവും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെയുള്ള ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസം ഉണ്ടല്ലോ എല്ലാ പെൺകുട്ടികളും അവരുടെ വലിയ ഫ്ലെയർ പാൻസ്. ഇത് ജനുവരിയിൽ അവിടെ തുടങ്ങി. അപ്പം പിന്നെ വഴിയിലൊക്കെ ഇപ്പം പെമ്പിള്ളേർ സിഗരറ്റ് വലിക്കുക, അതൊക്കെ അങ്ങനത്തെ ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇന്ത്യയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. അവരിപ്പോൾ ഡൽഹിയൊക്കെ പോലത്തെ സ്ഥലം കാണുമായിരിക്കും, മുംബൈയിലൊക്കെ. പിന്നെ ഇതുപോലെ എന്താ ദൈവം ഈ ദൈവവിശ്വാസത്തിൽ ബ്ലാക്ക് ബെൽറ്റാണ് എല്ലാവരും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാധനം നടക്കുകയില്ല, പ്രാർത്ഥന മാത്രം, ഒന്നും നടക്കുകയില്ല. എന്ന് വെച്ചാൽ വഴിയിൽ ഒരാൾ വീണൊരു വണ്ടി കിട്ടുകയില്ല ആശുപത്രിയിൽ കൊണ്ട്. പള്ളിയിലോ വീട്ടിലോ എവിടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല. സകല സാധനം അടച്ചിടും. ഒരു ഓട്ടോറിക്ഷ പോലും കാണുന്നില്ല, ഓട്ടോറിക്ഷ പോലും കിട്ടുകയില്ല. അന്ന് ഞായറാഴ്ച മിസോറാമിൽ പെട്ടുപോയാൽ വലിയ റിസ്ക്കാണ്. വിശ്വാസത്തിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഇതാണ്. അവിടെ മാത്രമല്ല, ഇപ്പം നാഗാലാൻഡ് ഞാനൊരു താമസിച്ചൊരു സ്ഥലത്ത്, അത് എന്ന് വെച്ചാൽ അതൊരു കൊടും ഗ്രാമമാണ്. അവിടെ ഒന്നും ലോകത്താരും പോയിട്ടില്ലാത്ത സ്ഥലമാണെന്ന് എനിക്ക്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും പള്ളിയുണ്ട്. ഒരു ഗ്രാമത്തിലെ ഒരു പ്രധാന ബിൽഡിംഗ് എന്ന് പറയുന്നത് പള്ളിയായിരിക്കും. ഇവരാരും മറ്റേവരല്ല, ഇതാണ് ഇവാഞ്ചലിസ്റ്റ് ചർച്ചയാണ് മിക്കവാറും. അപ്പം നമ്മളൊക്കെ ഞാൻ കോട്ടയംകാരനാണ്, എനിക്ക് ഈ പള്ളിയൊക്കെ കണ്ട് നല്ല പരിചയമുള്ളതാണ്. നമ്മുടെ അവിടെ ഞായറാഴ്ച രാത്രിയിൽ ഒരു വലിയ പള്ളിയാണെങ്കിൽ പോലും ഞായറാഴ്ച വൈകുന്നേരം 9 മണിക്കുള്ള കുർബാനയ്ക്ക് 10-20 പേര് കൊടുത്തൊന്നും കാണുകയില്ല. രാത്രി 300 പേരാണ് പെരുമഴയത്ത് അവിടെ ഇരിക്കുന്നത്. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ഇന്നെന്താ പ്രത്യേകത വല്ലതാണ്? ഞായറാഴ്ചയല്ലോ, ഞായറാഴ്ച പോലും അല്ല. അങ്ങനത്തെ വിശ്വാസമാണ്. അത് ഏറ്റവും കൂടുതലുള്ള മിസോറാമിൽ ഞാനിത് കളി പറഞ്ഞല്ല. മിസോറാമിൽ പ്രത്യേകിച്ച് ഐസോളൊക്കെ പോലത്തെ സ്ഥലത്ത്, ഐസോൾ എന്നാണ് പറയുന്നവർ, ഐസോളൊക്കെ പോലത്തെ സ്ഥലത്ത് പിന്നെ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ആശുപത്രി പോകണമെങ്കിൽ പോലും നടക്കില്ല. ഒരു ഡോക്ടറെ നോക്കില്ല, ഒരു നേഴ്സ് കാണുന്നില്ല, ഒന്നുമില്ല. ഭക്ഷണം കിട്ടുകയില്ല, ഹോട്ടലൊക്കെ അടഞ്ഞു, എല്ലാം അടയ്ക്കും. അവിടെ ടൂറിസം ഇല്ലേ? മിസോറാമിൽ ടൂറിസം ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഞാനീ മുമ്പേ പറഞ്ഞ ഇതുപോലൊന്നുമില്ല. ഈ
എന്താണ് മേഘാലയ മാതിരി അതുപോലെ ഇല്ല. അതുപോലെ ടൂറിസം ഒരിടത്തും കാണുന്നില്ല. മറ്റു മതങ്ങളും ഇല്ല, മറ്റ് ആരാധന പരിപാടിയൊന്നും ഇവരൊക്കെ ഈ നാഗാലാൻഡിൽ അല്ലെങ്കിൽ നാഗാലാൻഡിൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ മേഘാലയയിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ട്രൈബൽ ദൈവങ്ങളൊക്കെ അവർക്ക് ഇപ്പോഴും വീട്ടിലൊക്കെ ഉണ്ട്, ചില രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾ അവരല്ല. അവർ ഈ ഞാനീ പറഞ്ഞ പിന്നെ മിസോറാമിലെ പോലെ വേറെ എവിടെ ഇല്ല, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇല്ല. ബ്ലാക്ക് ബെൽറ്റ് വേറെ എവിടെ ഇല്ല. ഇല്ല. അല്ല, അവിടെ മറ്റു ക്ഷേത്രങ്ങളും ഇല്ല. ഇല്ല. ഹിന്ദു മുസ്ലിം സംഗതികളൊന്നുമില്ല. മുസ്ലിം കഷ്ടിച്ച് വല്ലതൊക്കെ കാണും. ഇവിടെ ഉണ്ട് ഒന്ന് കുറച്ചൊക്കെ ഈ മറ്റേ കൊഹിമയിൽ ഗ്രാമങ്ങളിലൊന്നും കച്ചവടക്കാരാണ്, അവരൊക്കെ വന്നവരൊക്കെ ആയിരിക്കും. പിന്നെ കച്ചവടക്കാരാ, അതല്ലാതെ അങ്ങനെ ഒരു ട്രഡീഷണലായിട്ട് അവിടെ താമസിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ആസാമിൽ ധാരാളമുണ്ട്. ഈ പൊതുവെ നോർത്ത് ഈസ്റ്റിലെ ഭക്ഷണം ഇങ്ങനെ നമ്മളിവിടെ നിന്ന് പറയുമല്ലോ, പലതരം സാധനങ്ങൾ നമ്മളിവിടെ കഴിക്കാത്ത പലതരം ഇറച്ചികളും പക്ഷികളും പ്രാണികളും ഒക്കെ കഴിക്കുന്നു. അതൊക്കെ നിങ്ങൾ? ഞാൻ പ്രാണികളൊന്നും കഴിച്ചില്ല, പക്ഷെ ഇതെല്ലാം അവിടെയുള്ള വഴിയിലെല്ലാം അടുത്ത് ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പാമ്പ്, തവള, പിന്നെ പുഴുക്കള്, പിന്നെ ചിലതരം ഈ വീട്ടിൽ, പിന്നെ പട്ടിയിറച്ചി, പിന്നെ ബീഫും പന്നിയാണ് പ്രധാന ഭക്ഷണം. പക്ഷെ അവർക്ക് നല്ല വെജിറ്റബിൾ സാധനങ്ങളുണ്ട്. ഈ ഇലയിട്ട് തിളപ്പിച്ച സൂപ്പൊക്കെ ഉണ്ട്, എത്ര ടേസ്റ്റാന്ന് അറിയുമോ. ഇത് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിച്ചായിരുന്നോ? പാമ്പ് ഒന്നാമത് ഇത് നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവിടെയൊക്കെ ഈ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ ആകെ പരിപാടികൾ പൊളിയും, റിസ്ക് എടുക്കാൻ പറ്റില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് പല സാധനത്തിന് അലർജി ഉണ്ട്, പേടിയാണ്. ടെസ്റ്റഡ് അല്ലാത്തൊരു സാധനം കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചെമ്മീനൊക്കെ കഴിച്ചാൽ ഒരു 10 മിനിറ്റിന് ഒരു 15 മിനിറ്റിനും ചികിത്സ കിട്ടിയില്ല, ഞാൻ ചത്തുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വലിയ പരീക്ഷണത്തിന് പോകാതിരിക്കുകയാണ് ബുദ്ധി. പിന്നെ മഴയുണ്ടായിരുന്നു, അത് പല കാര്യങ്ങളും നമുക്ക് തടസ്സമായത് മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു, ചില സ്ഥലത്ത് ഇല്ല, എന്നാലും അതും ഹെവി മഴയാണ് ചിലപ്പം. ഞാൻ ഈ ത്രിപുരയിലൊക്കെ പോയപ്പോൾ പിന്നെ അതായത് നമുക്ക് കണ്ണ് കാണാൻ വയ്യാത്ത മഴ, ഒന്നും കാണാൻ വയ്യ, അങ്ങനത്തെ മഴ ആയിരുന്നു. പിന്നെ അവിടെ ത്രിപുരേശ്വരി ക്ഷേത്രമുണ്ട്, ത്രിപുര സുന്ദരി എന്ന് പറയുന്ന. ത്രിപുര സുന്ദരി എന്ന് പറയുന്ന നമ്മളിപ്പം ഒരു അലങ്കാരമായിട്ട് പറയുന്നതല്ല, അതൊരു ദേവിയുടെ പേരാണ്. അപ്പോൾ അവിടെ ആടുവെട്ടാണ് അവിടുത്തെ പ്രധാന വഴിപാട്. വഴിപാടെന്ന് വെച്ചാൽ ഒരു 10-30 ആടിനെ അവിടെ വെട്ടും ഡെയിലി. അപ്പം അവിടെ ഒരു 6 മാസം മുമ്പ് ത്രിപുരയിലെ ഹൈക്കോർട്ട് അത് നിരോധിച്ചു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ബഹളമായിരുന്നു അവിടെ. കാരണം ഇത് 500 കണക്ക് പറഞ്ഞ് 560 കൊല്ലമായിട്ടോ മറ്റോ മുടങ്ങാതെ നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഇവർക്ക് അനുകൂല വിധി കിട്ടി, വെട്ടാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം ഈ പണ്ട് ഈ ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയത്തുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ രാജാവും പട്ടേലും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൽ കണ്ടീഷൻസിൽ ഈ അമ്പലത്തിൽ ഒരു ആചാരവും മാറ്റാൻ പറ്റിയില്ലെന്ന്. അത് ശരി. ആ ബേസിലാണ് ഇത് വീണ്ടും അനുവദിച്ചത്. പക്ഷേ ഇപ്പം ഒരു പരിഷ്കാരം അവിടെ വരുത്തിയിരിക്കുന്നത് പിന്നെ ചുറ്റും മറച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഓപ്പണായിട്ടായിരുന്നു. അപ്പം എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ അസൗകര്യമായിരുന്നു. ഞാൻ ഇന്നൊരു കഷ്ടിച്ചിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി ഇങ്ങനെയൊക്കെ മൊബൈലിലെടുത്ത മൊബൈലിലല്ല ക്യാമറ എടുക്കാൻ പറ്റിയ അത് അതിനുള്ളൊരു ഒരു ഭയങ്കര വിജിലൻ്റാണ്. നമ്മുടെ ക്യാമറ കണ്ടാൽ പറഞ്ഞാൽ പറയും സുപ്രീം കോടതി വിധിയുള്ളതാണ്, ഫോട്ടോ എടുക്കരുതെന്നും അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു 10-30 എല്ലാം കുഞ്ഞുങ്ങളാണ്. നാട് അത് ചുവന്ന ചെമ്പരത്തി മാലയൊക്കെ ഇട്ടിങ്ങനെ പ്രാവിനെ പിന്നെ കൊല്ലും. എന്നിട്ട് ഇതിന് എന്താ ചെയ്യാ, കളയോ? അല്ല, ഈ ആടിനെ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ തൊല്ലിയിരിക്കും. ഇവിടെ പെട്ടെന്ന് ഇത് പിന്നെ ഒരു 50 അടി നമ്മളിപ്പോൾ ശ്രീകോവിൽ എന്നൊക്കെ പറയാവുന്ന സ്ഥാനത്തിൽ ദേവിയെ ഫേസ് ചെയ്തിട്ട് ഉള്ള സ്ഥലത്ത് നിർത്തിയാണ് ഇത് ചെയ്യുന്നത്. അതിനൊരു ഗില്ലറ്റിൻ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ വലിച്ചു പിടിക്കും, ഒറ്റ വീട്ടിന് തലയും കയറും കൂടെ അങ്ങ് പോകും, ഇത് പുറത്തോട്ട് വീഴും. എന്നിട്ട് ഈ തൊലി ഇവിടെ കെട്ടിയിട്ട് തൊലി ഉരിച്ച് തൊലി മാറ്റിയിടും. ഈ ഇറച്ചി
ഇവർക്ക് കൊണ്ടുപോകാം, വഴിപാട് നടത്തിയേക്കാം. അതിന് കുറച്ച് പൈസയേ ഉള്ളൂ, അതുകൊണ്ട് ഒരു വെട്ടിന് അതിൻ്റെ 100 രൂപയോ അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ അവിടെ എല്ലാം ചോരയൊക്കെ ഉണ്ട്. അതിന് ഈ ചോരക്കൊക്കെ ഡ്രെയിനേജ് ഒക്കെ ഉണ്ട്. മറ്റേ ബംഗാളിലില്ലേ അല്ലേ കാളിക്കട്ട്, അവിടെ എങ്ങനെ? അവിടെ ഞാൻ പോയില്ല, ഞാൻ കൽക്കട്ടയിലൊന്നും പോയില്ല. കൽക്കട്ട ടൗണേ ഒഴിവാക്കിയാ പോയത്. ഇതെല്ലാ ദിവസവും ഇത്രയും 60 എണ്ണം അല്ല, 30 എണ്ണം മിനിമം കാണും. അത് ഏറ്റവും കുറഞ്ഞതാണ്. വിശേഷ ദിവസങ്ങളിൽ പോത്തും കാണും. പോത്ത് അല്ലെങ്കിൽ അവിടെ ഈ പിന്നെ മിഥുൻ എന്ന് പറയുന്ന ഒരു തരം സാധനമുണ്ട്. അതാണ് അവരുടെ പ്രധാന ബലിമൃഗം എല്ലാവരുടെയും. പിന്നെ ഈ തലയോടുകളാണ് എല്ലായിടത്തും. ഈ ഇവരുടെ ഒരു പിന്നെ അലങ്കാര വസ്തു എന്ന് പറയുന്ന മൃഗങ്ങളുടെ തലയോടുകളാണ്. എല്ലാ വീട്ടിലും ഭിത്തി മുഴുവൻ ഇങ്ങനെ നാഗാലാൻഡിലൊക്കെ നിറച്ച് പിന്നെ കാണും. ഈ അടുത്ത കാലം വരെ മനുഷ്യൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് ഞാനൊരു പോയൊരു സ്ഥലത്ത് ഈ ഹെഡ് ഹണ്ടേഴ്സ് അവരെ വിളിക്കുന്നത്. അത് ഈ മുഖത്ത് പച്ച കുത്തുന്നവർ, അതായത് 2 തരം ആളുകളുണ്ട്. ദേഹത്ത് പച്ച കുത്തുന്നവരും മുഖത്ത് പച്ച കുത്തുന്നവരും. ഈ തല വെട്ടിയിട്ടുള്ള ആളുകൾക്ക് മുഖത്ത് പച്ച കുത്താനുള്ള അനുവാദമുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് ഇപ്പോഴും അവിടെ. അത് അതിൽ ഒരാൾ ലാസ്റ്റ് വെട്ടിയത് 70 ഒത്തിരി അല്ല, 50 കൊല്ലമില്ലേ? ഇല്ല 50 അല്ല, അത് ഒഫീഷ്യൽ. അത് ശേഷം നടന്നിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഒരു യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ല. ഇത് ചിലപ്പോൾ ഒരു അതിര് തർക്കം, ഒരു അപ്പുറത്തെ ഗ്രാമം, ഇതൊക്കെ ഒരു ട്രൈബുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ തലവെട്ട് അവിടെ വലിയ മെമ്മോറിയൽ സ്റ്റോണിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 34 പേരുടെ തലവെട്ടിയ മഹാനാണ് ഈ ഹീറോ. ഹു ഇസ് 137 heads. He had 7 wives and 150 grandchildren എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ വിശേഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് he stopped all these practices once he started believing in Christian faith. അത് ശരി. അങ്ങനെയാണ്. അത് അവിടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും. ഈ ക്രിസ്ത്യാനികൾ വന്നിട്ട് അവരുടെ പല ഇങ്ങനത്തെ ഈ വയലൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ സ്റ്റോപ്പ് ചെയ്തു. ആ കൂട്ടത്തിൽ അവരുടെ ഒരുപാട് കൾച്ചറൽ സാധനങ്ങളും പോയി. അതിനെപ്പറ്റി ഇപ്പോൾ ആളുകൾ കോൺഷ്യസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കൾച്ചറൽ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ലാതാക്കി. പ്രത്യേകിച്ച് ഈ പച്ചകുത്ത് നിരോധിച്ചു. ടാറ്റോയിങ് നിരോധിച്ചു. ഇപ്പോഴും അത് നിരോധിത പട്ടികയിലാണ് അവിടെ. ഈ പറഞ്ഞ പോലെ ഞാനീ പറഞ്ഞ മോൺ ഡിസ്ട്രിക്റ്റിൽ പിന്നെ അതൊരു ഒന്നുമല്ലാത്തൊരു സ്ഥലമാണ്, വളരെ ദൂരെ അത്. പിന്നെ അപ്പോൾ അവിടെ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നാഗാലാൻഡ്, അയാൾ ഒത്തിരി നാഗാലാൻഡ് കറങ്ങിയിട്ടുള്ള ആളാന്നൊക്കെ എൻ്റെ ഞാൻ ഇവിടെ പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഞാൻ പറയുന്ന സ്ഥലമെല്ലാം അയാൾ പോയിട്ടുണ്ട്, അയാൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ മോൺ ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനവിടെ ഒരു 4 ദിവസം അവിടെ താമസിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയാം. ദെൻ യു ആർ നോട്ട് എ ട്രാവലർ, യു ആർ എൻ എക്സ്പ്ലോറർ. പട്ടാളക്കാരനാണ്. എവിടെ താമസിച്ചത്? അവിടെ പോയിട്ട് അവിടെ താമസിച്ചത് അവിടെ അങ്ങനെ ഹോട്ടലൊന്നുമുള്ള സ്ഥലമൊന്നും അല്ല. അപ്പോൾ അവിടുത്തെ ആങ്കിൻ്റെ എനിക്കൊരാളെ പുള്ളിയുടെ പിന്നെ അഡ്രസ്സും നമ്പറൊക്കെ തന്നിരുന്നു. അപ്പോൾ അവിടെ അയാളുടെ വീട്ടിലാണ് ഈ താമസം. വീടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു വീടല്ലത്. ഈ മറ്റേ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് എല്ലാം ഈ വെറുതെ മുള കൊണ്ടുണ്ടാക്കിയ ചെറിയ സാധനങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഇപ്പോൾ കളിക്കാനുള്ള പിള്ളേർക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം, ഒരു സ്ഥലത്ത് മറ്റേ ആളുകൾ വട്ടം കൂടി ഇരിക്കാനുള്ളൊരു സ്ഥലം. പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റാണ്. ഈ മെയിൻ വീട് എപ്പോഴും പ്രധാന വീടിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. നമ്മൾ കയറി ചെല്ലുന്നിടത്ത് മുമ്പിൽ ഒരു അടുപ്പിന് ചുറ്റുമാണ് എല്ലാം. ആ അടുപ്പിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇറച്ചി മുതൽ 100-200 വർഷം പഴയുള്ള തലയോടുകൾ വരെ കാണും. ഇറച്ചി ഉണങ്ങുന്നതും ഒക്കെ ഫുൾ ടൈം അടുപ്പ് കത്തിക്കൊണ്ടിരിക്കും. വിറകാണ് അവിടുത്തെ വേറൊരു വലിയ പ്രഷ്യസ് സാധനം. അതായത് എവിടെ ചെന്നാലും വിറകടുക്കി വെച്ചിരിക്കുക എല്ലായിടത്തും. അത് അവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും. അപ്പം വീടുകളിലെല്ലാം പാചകം വിറക് വെച്ചിരുന്നെ. വിറക് വെച്ച് തന്നെയാണ്.
അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ലേ? ഗ്യാസ് പരിപാടി? ഇനി എല്ലാം ഇനി ഉള്ള സ്ഥലം കാണുമായിരിക്കും ഇങ്ങോട്ട്, എനിക്കറിയാൻ വയ്യ. എന്നാലും വിറക് കാണും. അതായത് വിറക് കളക്ട് ചെയ്യുന്ന പറയുന്ന ഒരു പ്രധാന ജോലിയാണ് അവിടെ. ഈ പുറത്തിട്ടിരിക്കുന്ന വലിയ ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കുറേ വിറകുമായിട്ടാണ് പോകുന്നതെന്നും. അപ്പോൾ ഞാനീ താമസിയാനുള്ള അവിടുത്തെ പ്രധാനിയായതുകൊണ്ട് ഒരു പയ്യനാ, രാജാവെന്നൊക്കെ ചുമ്മാ പേരേ ഉള്ളൂ. പിന്നെ 10-30 വയസ്സ് കാണത്തേ ഉള്ളൂ. കല്യാണം കഴിച്ചില്ല. അവിടെ ആരും കല്യാണം കഴിക്കില്ല, എല്ലാവരും ലേറ്റ് കല്യാണക്കാരാ. അപ്പം ഇയാൾ പറഞ്ഞു ഐ ഹാവ് 4 mothers എന്ന് പറഞ്ഞാൽ എയുടെ അച്ഛന് 4 ഭാര്യമാരുണ്ട്. അവർ 3 പേരും അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ അവരുടെ ഏതോ ഒരു ഗ്രാമത്തിൽ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഐ എം വെരി ലക്കി ദാറ്റ് ഐ 4 mothers എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അവരൊക്കെ വലിയ സൗഹാർദ്ദത്തിലാണ്. അവരോട് എല്ലാ പ്രായക്കാരാ, എല്ലാവരുടെയും ജോലി കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇരിക്കുക, പിന്നെ മാല കോർക്കുക. ശരി, എന്ത് മാല? ഇങ്ങനത്തെ മുത്ത് ഇങ്ങനത്തെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് വർത്താനം ഒന്നും മിണ്ടു പോലും ഇല്ല, ഇങ്ങനെ ഇരുന്ന് മാല കോർത്തോണ്ടിരിക്കും. എന്നിട്ട് ആ മാല എന്ത് ചെയ്യും? മാല അവരൊക്കെ ഉപയോഗിക്കും അതിനു വേണ്ടി, അല്ലാണ്ട് എനിക്കിതുവരെ പിന്നെ തന്നതാണ്. അല്ല, വിൽക്കാനോ കൊടുക്കാനോ? അവിടെ ആർക്ക് വിൽക്കാനാ? അവരാ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ വീട്ടുകാർക്ക് കൊടുക്കും. ഇതെന്താ മെറ്റീരിയൽ? എന്താ ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് മുത്താണ്. അതൊക്കെ ഈ കോഹിമന്ന് വാങ്ങിക്കുന്ന. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ആ താമസ വീട്ടിൽ 17 പേരുണ്ട്. അപ്പോൾ ഈ 17 പേരിൽ പേർക്കും കൂടെ ഒരു ടോയ്ലറ്റേ ഉള്ളൂ. അപ്പം ഞാനവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പോഴാണ് റഷ് ടൈം, എപ്പോഴാണ് റഷ് അവർ? അപ്പോൾ അങ്ങനെ റഷ് അവർ ഒന്നുമില്ല. അപ്പോൾ സത്യം ഞാനവിടെ ആരും പോകുന്നു കണ്ടിട്ട്. പുറത്തൊക്കെയാണോ പോണേ? അവിടെ അങ്ങനെ പുറത്തൊന്നും പോകണമെങ്കിൽ ഒത്തിരി ദൂരമൊക്കെ പോകണം. എനിക്കറിയാൻ വയ്യ, അല്ലെന്നാ തോന്നുന്നത്, അറിയാൻ വയ്യ. നിങ്ങൾ അതിന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നോ? അതിങ്ങനെ 2 മുറി പോലെ ഉണ്ട്. നിലത്തിൽ പലക പോലും അല്ല, നമ്മുടെ ഈ മെടഞ്ഞ മുളയില്ല, മെടഞ്ഞ മുള ഇട്ടിട്ട് എല്ലാം കാലല്ല. ഒരു ചെരുവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഇത് ഒരു ചെരുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇവിടെ തൂണിടും. ഒരു സ്ഥലം നിലത്ത് മുട്ടിക്കും. അതും നിലത്തല്ല, ചെറിയ കുറ്റിയിൽ. ഇവിടെ ചിലപ്പോൾ ഒരു 10 അടി പൊക്കമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരെൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും ഭൂമിയിൽ നിന്ന് ഒരുപാട് പൊക്കത്തിലായിരിക്കും. ഒരെൻ്റെ നമ്മൾ കയറുന്ന സ്ഥലം ഭൂമി ലെവലിലായിരിക്കും. അങ്ങനെയാണ്. ഫർണിച്ചറൊക്കെ അങ്ങനെ തന്നെ? ഫർണിച്ചറൊന്നും ഇല്ലല്ലോ. അല്ല, കിടക്കാനൊക്കെ എന്തെങ്കിലും പരിപാടി? കിടക്കാനൊക്കെ മുള കൊണ്ടുള്ള ഒരു ഇതൊക്കെ കാണും. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഓർക്കുന്നില്ല. അത് അവിടെ ഞാനാ പോകുന്ന സമയത്ത് ഈ മോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇലക്ഷൻ ഡേ ആണ് അന്ന്. അതായത് ഏപ്രിൽ 19 നമ്മുടെ ഇലക്ഷൻ. അപ്പോൾ അവിടെ എൻപോ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, ഈസ്റ്റ് നാഗ പീപ്പിൾസ് ഓർഗനൈസേഷൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവർക്ക് ഒരു സെപ്പറേറ്റ് പിന്നെ പ്രോവിൻസ് ആയിട്ട് ഇതിനെ അംഗീകരിക്കണം. ഈസ്റ്റ് നാഗാസ് എന്ന് പറയുന്നവരെ മറ്റ് നാഗാസുമായിട്ട് ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ കാലമായിട്ട് ഇതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ ഇവരെ സർക്കാർ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ എൻപോക്കാരുടെ വക ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അതും പെണ്ണുങ്ങളാണ്. പിന്നെ അപ്പോൾ അവർ പറഞ്ഞത് ഇത്തവണ ഞങ്ങളാരും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. 7 ഡിസ്ട്രിക്റ്റുകാർ വോട്ട് ചെയ്യുന്നില്ല. കാരണം ഈ അവരുടെ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെ ഇപ്പം മാവോയിസ്റ്റുകൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും, പകുതി ആളുകൾ വോട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ആണ് സാധാരണ. മല്ല ഞാനൊരു അവിടെ അടുത്തുള്ളൊരു പോളിംഗ് ബൂത്തിൽ ഞാനൊരു രാവിലെ ഒരു 11-11:15 ഞാൻ പോയി. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഓഫീസർമാരുണ്ട്, അതല്ലാതെ ഈ എൻപോയുടെ ആളുകളുണ്ട്, പോലീസുകാരുണ്ട്. ഞാൻ അവരൊക്കെ ഇടുന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഒരു മനുഷ്യൻ പോലും വോട്ട് ചെയ്തിട്ടില്ല ഈ 11:30 വരെ. ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ പോലീസുകാരോട് ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്യലെന്ന് ചോദിച്ചു. നിങ്ങൾ വോട്ട് ചെയ്യല്ല, നമ്മൾ വോട്ട് ചെയ്യല്ലെന്ന് പറഞ്ഞു. അവരൊക്കെ എൻപോ സപ്പോർട്ടേഴ്സാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 മണിയാകുമ്പം അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു ബൂത്തിൽ പോയി. അവിടെയും ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഇൻ്റർനെറ്റിൽ പിന്നെ നോക്കി, ഇവിടെ കൊഹിമ ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് നോക്കിയപ്പോഴത്തേക്കും എൻപോയിലെ 7 ജില്ലയിൽ 130 വോട്ടാണ് വേണ്ടിയിട്ടുള്ളത്. അത് 130 പോലീസുകാരാണ്. കാരണം അങ്ങനത്തെ സ്ട്രെങ്താണ് ഇവരുടെ മാത്രമായിരിക്കില്ല, പലരുടെ അങ്ങനെയായിരിക്കും.
ഇലക്ഷൻ അന്തരീക്ഷം ഉണ്ടായിരുന്നോ നമ്മുടെ ഇവിടുത്തെ ഒന്നുമില്ല ഇലക്ഷൻ തോന്നുന്നു. അത് ഇവിടെ മാത്രമല്ല, ആകെപ്പാടെ 2-3 കോടിയൊക്കെ കണ്ട ത്രിപുര മാത്രമാണ്, അതും BJP-യുടെ മാത്രം. പിന്നെ അഗർത്തലയിൽ ഒരു ജാഥ കണ്ടു, ജാഥ കണ്ടില്ല, കേട്ടു. പിന്നെ എന്താ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു 10-30 പേരുടെ. അതല്ലാതെ ഈ ചുവരെഴുത്തും പോസ്റ്ററും ഒന്നുമില്ല. ഏതോ ഒരു സ്ഥലത്ത് ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു പിന്നെ ഭിത്തിയിൽ എന്തോ എഴുതിച്ചിട്ടുള്ളതുണ്ട്. പിന്നെ ഉള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഓരോ സംഘടന അല്ലെങ്കിൽ ഓരോ നിയമം പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെബൽ ഗ്രൂപ്പുകളുടെ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റുകളിലെല്ലാം അങ്ങനെ തന്നെ മൊത്തം മിക്കവാറും. ശരി. ഇലക്ഷൻ എന്ന് പറഞ്ഞ ഒരു വിഷയമേ അല്ല. ത്രിപുരയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ ബംഗാളിലെ കുറച്ച് ഭാഗത്തോടൊക്കെ പോയി, അവിടെയൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഒരു 1000-ലൊന്നുമില്ല. അവിടെ എല്ലാം ഇത്ര ഹൈറ്റിലാണ് കൊടി വെക്കുന്നത്, നിലത്ത് ഈ ഹൈറ്റ് കാണുള്ളൂ കൊടിക്ക്. അങ്ങനെ കുറെ ഒരു 10-15 കൊടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. മേലെ കെട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഈ ത്രിപുര നമ്മൾ ബംഗാൾ പറയുന്ന പോലെ എപ്പോഴും പറയുന്നതാണല്ലോ ലെഫ്റ്റ്. അത് വീണതിന് ശേഷമേ മുമ്പ് പോയിണ്ടോ ത്രിപുരയില്? ആ ഒരു ഫീൽ ഉണ്ടോ? ത്രിപുര ബംഗ്ലാദേശിന്റെയും കിഴക്കാം. ഈ ഒരു ഇടതുപക്ഷ നമ്മളെപ്പോഴും ഒരു പക്ഷവും ഇല്ല അവിടെ, ആ BJP മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ വിസിബിൾ ആയിട്ടുള്ള പിന്നെ ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP-ആണ്. വേറൊന്നുമില്ല. അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോഴോ അതാണ് ബുദ്ധിമുട്ടാന്ന് സംസാരിക്കാൻ. അതല്ലേ പ്രശ്നം. നമുക്ക് വലിയ ബുദ്ധിമുട്ട് ആളുകളോട് സംസാരിക്കും, കാരണം ഈ ഭാഷ പ്രശ്നം ഉള്ളതുകൊണ്ട്. അതെനിക്കൊരു വലിയ വിഷമമായിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വാക്ക് ഹിന്ദിയൊക്കെ പറയുന്നവർ കാണും, ഒരു വാക്ക് ഇംഗ്ലീഷ് പറയും, അല്ല പിന്നെ ആംഗ്യം. ഭക്ഷണം പിന്നെ വളരെ നല്ല, എനിക്ക് പക്ഷെ അത് വണ്ണം വെക്കും. നമുക്ക് വണ്ണം വെക്കും, അവർക്കൊന്നും വണ്ണം വെക്കില്ല. അവിടെ ഒന്നും തടിയന്മാരൊന്നും ഇല്ല. പക്ഷേ അവിടെ ഒന്നുമില്ല. ഇല്ലില്ല, അവരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല നടക്കുകയും മല കയറുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ. ട്രാൻസ്പോർട്ടേഷൻ പരിപാടികൾ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓൾമോസ്റ്റ് നില്ലാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സുമോകളുണ്ട്, ഈ ബസ് പോലെ പോകുന്നത്. 10 പേരെ കയറ്റി ഏതെങ്കിലും ഒരു 200 കിലോമീറ്റർ മുതൽ വേറൊരു ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് മെയിൻ റോഡിൽ കൂടെ പോകുന്ന സുമോ വണ്ടികളുണ്ട്. സുമോ എന്ന് തന്നെയാണ് പറയുന്നത്. സുമോ സ്റ്റേഷൻ, സുമോ കൗണ്ടർ, അങ്ങനെയാണ്. അപ്പം അതിൽ കയറി പോകാനേ പറ്റുള്ളൂ. അതൊക്കെ കൊണ്ടാണ് ഈ പലരും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാത്തത്. പിന്നെ ഹോട്ടലുകളൊന്നും ഇല്ല. സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ കഷ്ടിച്ചുണ്ട്. ചിലയിടത്ത് ഇപ്പം മേഘാലയയിലെ സ്കൂളുണ്ട്. അവിടെ ഈ ഷില്ലോങ് ഒരു പിന്നെ പല ബ്രിട്ടീഷുകാരുടെ കാലം പോലെ പിന്നെ അവിടെ സ്കൂളൊക്കെ ഉള്ള സ്ഥലമാണ്. രാമകൃഷ്ണ മിഷൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെ പ്രൈമറി സ്കൂളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് പഠനവും ഇല്ല. അപ്പോൾ കുറവാ. അപ്പോൾ അവിടെ ഈ ജോലികൾ എന്ത് തരത്തിലുള്ളതാ? അവിടെ ജോലികളൊക്കെ വളരെ കുറവാണ്. എല്ലാവർക്കും ഈ പിന്നെ ഗവൺമെൻറ് ഈ ബോർഡർ സ്റ്റേറ്റുകളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം മിക്കവാറും എല്ലാം ബോർഡർ സ്റ്റേറ്റുകളാണ്. ഒരുപാട് പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ മന്ത്ലി പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തം ഭക്ഷണത്തിനുമൊക്കെ ഉള്ള ഒരു കൃഷി സൗകര്യം പലർക്കും ഉണ്ട്. പിന്നെ ഈ അരുണാചലിലൊരു ട്രൈബുണ്ട്, അപ്പത്താനി എന്ന് പറഞ്ഞ്. അവരുടെ കൃഷി രീതി ഇതൊക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇത് ഏറ്റവും എന്താ പറയണ്ടേ, ഡിസ്ട്രക്റ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ ഏതാണ് ഈ ജൂം, അല്ലെങ്കിൽ പിന്നെ ഈ വെട്ടിത്തെളിച്ച് ചെയ്യുന്ന കൃഷി. മറ്റേത് ലോകം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ അപ്പത്താനികളുടെ. അത് എന്ന് പറഞ്ഞാൽ എന്താണ് നെല്ല്. അത് നെല്ലും മീൻ വളർത്തലും കൂടെ ഒന്നിച്ച് നടത്തുന്ന, വീട്ടിൽ നിന്നുള്ള ഗാർബേജും ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു വലിയൊരു സിസ്റ്റമാണ്. എല്ലാം ചെറിയ പാച്ചസ് ആണ്, വലിയ മറ്റേ പാടശേഖരങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ രീതി കൃത്യം എനിക്ക് പറയാൻ അറിയാൻ വയ്യ. എന്നാലും ഇതൊക്കെയാണ് ഈ മീൻ വളർത്തലൊരു പ്രധാന സംഭവമാണ്. മീൻ വളർത്തി കഴിഞ്ഞിട്ടുണ്ടാകുന്ന മീനിൻ്റെ അതിൻ്റെ അകത്തുള്ള വെള്ളം ഈ ഒരു പ്രധാന വളമാണ്. ഇവർ ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇത് യുനെസ്കോ ഇത് ലോകത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷി രീതിയാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സാധനമുണ്ട്. നേരെ മറിച്ചാണ് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ.
ഇത് അപ്പത്താനി ട്രൈബ് ഒരു വലിയ രസമുള്ള. അടുത്തടുത്താണോ ഇതിന്റെ രണ്ടിന്റെയും ഫീൽ? പാടവും മീൻ അങ്ങനെയാണോ? പാടത്ത് തന്നെയാണ് മീൻ വളർത്തല്, പാടത്ത് തന്നെയാണ്. അതിങ്ങനെ ഇവർ ഈ വെള്ളം കൊണ്ടുവന്ന് പല ടെറസായിട്ട് ശേഖരിക്കുകയും കൃത്യസമയത്ത് റിലീസ് ചെയ്യുകയും അതിനൊരു ബാലൻസ് ഒക്കെ ഉണ്ട്. അത് മിക്കവാറും 90% സ്ത്രീകളാണ് ചെയ്യുന്നത്. ഈ സ്ത്രീകളെ മൊത്തത്തില് ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളല്ലേ അവിടെയുള്ളത് അല്ലേ, പുരുഷന്മാരെ അപേക്ഷിച്ച്? പുരുഷന്മാരെ അങ്ങനെയാണോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള പല പണികളും ചെയ്യുന്നത് സ്ത്രീകളാണ്. നമ്മൾ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് കൃഷിയിൽ. പിന്നെ ഈ പ്രായം എന്ന് പറയുന്നത് ഇവിടെ ഒരു വിഷയമല്ലെന്നേ. അമ്മമ്മമാരൊക്കെ ചുമ്മാ രാവിലെ പയർ പോലാണ് എഴുന്നേറ്റ് പോയി പാടത്ത് പോകുന്നത്. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ദേഷ്യം, ഇവിടെ പോണം ഇവിടെ പോണമെന്ന് പറയും. പിന്നെ ഈ അപ്പത്താന് മൂക്കിൽ വലിയ മറ്റേ കറുത്ത റൗണ്ട് ഇടുന്ന പാർട്ടികൾ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. അവർക്കുണ്ട് പച്ചകുത്ത് മുഖത്ത്. ഇത് ഞാനീ പറഞ്ഞ ഈ തലവെട്ടുകാരുടെ പച്ചകുത്തിയ പാർട്ടികൾ ഇവരൊക്കെ ചിലർ ലോകപ്രസിദ്ധരാണ്. അത് ടൈം മാഗസിനിലൊക്കെ പടം വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. കാരണം ഇത് ലാസ്റ്റ് ഓഫ് ദ ഹെഡ് ഹണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണൽ ജിയോഗ്രാഫിയിൽ വന്നിട്ടുള്ളവരുണ്ട്. ഇതിനൊക്കെ ഭയങ്കര അർത്ഥമായിരിക്കും അല്ലേ ഈ മുഖത്തെ ചായ പച്ചകുത്തലിന്? പച്ചകുത്തല് ഒരു സ്റ്റേറ്റസ് ആണ്. അതായത് ഒരു തല വെട്ടിയ ആൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അത്രയും പച്ച കുത്താൻ പറ്റുള്ളൂ. കൂടുതൽ ചെയ്തിട്ടുള്ളവർക്ക് കൂടുതൽ ചെയ്യാം. അങ്ങനെയാണ് അവിടെ അവരുടെ ടൂറിസത്തിൻ്റെ ഒക്കെ ഇതിൽ വളരെ എന്താ പറയണ്ടേ, ഗ്രാഫിക്കായിട്ട് ഈ തലവെട്ടുന്നതിൻ്റെ പടങ്ങൾ, പ്രതിമകൾ, ഇങ്ങനെ മുടുക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പ്രതിമകളൊക്കെ മനുഷ്യരുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യങ്ങൾക്കാണ്. ഇത് പിന്നെ ഇതൊന്നും വലിയ വിഷയം അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നൊന്നും അല്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ദേഷ്യം വരുന്നൊന്നും അല്ല. ഇതൊരു അഡ്വഞ്ചറാണ്. അതായത് ഇപ്പം ഞാൻ മല്ലെടുത്ത് പറയാം, നമുക്കൊരു കാര്യം ചെയ്യില്ല, വൈകുന്നേരം അവൻ്റെ തലയും കൊട്ടിയല്ലോ. എന്നിട്ട് ഈ തല പിന്നെ ഇവിടെ എല്ലാം ഈ സ്കള്ളെന്ന് പറയുന്നൊരു വലിയ സംഭവം അവർക്ക്, എല്ലാത്തിൻ്റെയും സ്കൾ. ഞാൻ പറഞ്ഞല്ലേ മറ്റേ. അപ്പോൾ ഈ ഹ്യൂമൻ സ്കളെന്ന് പറയുന്നത് ആണ് ഒരു പവർ, ഹ്യൂമൻ പവറിൻ്റെ സേഫ് ഡിപ്പോസിറ്റ് ലോക്കറാണെന്നാണ് പറയുന്നത് സ്കൾ. അപ്പോൾ ഒരു വേറൊരാളുടെ സ്കള് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അയാളുടെ മുഴുവൻ പവർ നമുക്ക് കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസമായിട്ട് കണക്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ വിശ്വാസമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയത്, അവൻ ഈ ആങ്കൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരു സ്കളറുടെ തിരുപ്പണ്ടി ഞാൻ കാണിച്ചു തരാമെന്ന്. പിന്നെ ബാക്കിയെല്ലാം ഇവർ കൊണ്ടുപോയി പിന്നെ കുഴിച്ചിട്ടു ഈ മിഷണറിമാർ. ഒരെണ്ണം നമ്മുടെ ഒരു ഇവിടുത്തെ അടുത്തൊരു വീട്ടിലിരിപ്പുണ്ട്. ഇവന്റെ അച്ഛൻ 4 തലവെട്ടിയകളാണ്. ഇവന് ആഗ്രഹമുണ്ടോ? പറയാൻ പറ്റില്ല. ഈ പച്ചകുത്ത് നിരോധിച്ചതൊക്കെ ഭയങ്കര മോശമായി പോയി. കാരണം അതൊരു ആർട്ടല്ലേ. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ ഇവരുടെ ഇതിൽ പോയിട്ടുണ്ട്. ഈ മുഖത്ത് മാത്രമാണോ പച്ചകുത്തുന്നത്, അതോ മേലൊക്കെ കുത്തുന്നത് മൈനർ പാർട്ടികൾ. ഈ മുഖത്ത് കുത്താൻ അനുവാദമുള്ളത് ഇവർക്ക് തലവെട്ടിയിട്ടുള്ളവർക്ക്. തലവെട്ടുകാരെന്ന് പറഞ്ഞൊരു വിഭാഗമില്ല, തലവെട്ടിയവരാൾ. കോയിനാക്ക് എന്ന് പറയുന്ന കോനിയാക്ക് എന്ന് പറയുന്ന ട്രൈബാണിത്. കോണിയാക്ക് ഒരു മദ്യമല്ലേ? അതെ, അത് കോണിയാക്ക്, ഇത് കോനിയാക്ക്. അവരാണ് ഇതിൻ്റെ ആളുകൾ. അത് ഏറ്റവും ഈസ്റ്റേൺ, പിന്നെ അവരുടെയാണ് എൻപോ, ഈസ്റ്റേൺ നാഗാലാൻഡാണ്. അവിടുത്തെ മദ്യപാനം എങ്ങനെയാ? പലയിടത്തും മദ്യം ഇല്ലാത്ത സ്ഥലങ്ങളാണ്, പക്ഷെ അവിടെ എല്ലാം ഉണ്ട്. ഇത് ഇവിടെ അസാധ്യമധികം എനിക്ക് കിട്ടി. ഇവിടെ ഈ ഗാരോ ഹിൽസിൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മദ്യം. അത് ഈ റൈസ് വൈനാണ്. എന്തൊരു ടേസ്റ്റ് മാത്രമോ, ടേസ്റ്റും ലഹരിയും അതിൻ്റെ അത് അവർണ്ണനീയമാണ്. എല്ലാവരും മദ്യപിക്കോ? ഇതില്ല, ഇത് അങ്ങനെ വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരു പരിപാടിയൊക്കെ കുറവാണ് അവിടെ. ഇതൊക്കെ നമ്മളിപ്പോൾ ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വെക്കുകയില്ലേ, അതുപോലെ ഭരണിക്കകത്ത് എല്ലാ വീട്ടിലും കാണും. ഇതെന്ന് വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ അരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ അത്. പുളിപ്പിച്ച് എന്തോ അരിപ്പൊടി ഈ എന്തോ ഇലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ട്, ഇപ്പോൾ ഒരു വലിയ ഇത്രയുള്ളൊരു ഭരണിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ മുള കൊണ്ടുള്ളൊരു കൊട്ട പോലത്തെ സാധനം ഇറക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ
പിന്നെ ഈ ഇല പൊതിഞ്ഞ അരിപ്പൊടി ഉണക്കിയതും സാധാരണ അരിയും പല ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. വേറെ ഒന്നും ചെയ്യില്ല, അടച്ചു വെക്കുകയുള്ളൂ. പിന്നെ അപ്പം ഇതിൻ്റെ അകത്തോണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സാധനം ഊറി വരും. ഈ കൊട്ടയുടെ ഗ്യാപ്പിൽ കൂടെ ഒന്ന് ഇതിൻ്റെ അത് കളക്ട് ചെയ്യും. എന്നിട്ട് ഈ ഇതിന് ഒരു പ്രോസസ്സിന് ഒരു സാധനം വേണ്ടേ? ഏത്? ഇതിന്റെ അകത്ത് അതാണ് ഈ ഇലയും പിന്നെ അരിപ്പൊടിയുടെ കോമ്പിനേഷൻ, അതാണ്, വേറെ ഒന്നും ഇല്ല. അപ്പൊ ഇത് ബിച്ചി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പിന്നെ ഇലക്ക് അല്ല, ഈ മദ്യത്തിന്. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ പോലെ അതിനൊരു സമയമാകുമ്പോഴത്തേക്കും 3 ആഴ്ചയോ അങ്ങനെ ഉണ്ടാണ് എൻ്റെ സമയം. അത് ഇപ്പോൾ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ വലിയൊരു ഭരണിയിൽ ചിലപ്പോൾ ഇത്രയും സാധനമായിരിക്കും കിട്ടുന്നത്. ഇത്രയിൽ ഇതുപോലത്തെ 2 കപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ നല്ല സ്വർണ്ണ നിറമാണ് അതിന്. എന്നിട്ട് ഇത് ഈ അരി കുറയുന്നതനുസരിച്ച് ഇവർ ഇത് തന്നെ ഇത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഇതെടുത്ത് കളയുകയില്ല. എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെക്കുകയല്ല. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് എൻ്റെ. അങ്ങനെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് അങ്ങനെ കുടിക്കുകയല്ല, ഡൈല്യൂട്ട് ചെയ്തതാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെ. എന്ത് ടേസ്റ്റാ? നെല്ലിന്റെ ടേസ്റ്റാ? അല്ലല്ല, അത് നല്ല വൈൻ്റെ ടേസ്റ്റാണ്. നല്ലൊരു സ്വീറ്റ്നെസ്, ഒരു ഫ്രൂട്ടി ടേസ്റ്റാണ്. സ്ത്രീകളും കഴിക്കുക? സ്ത്രീകളാണ് ഇത് ചെയ്യുന്നത്. ഇത് തുറക്കുകയും ഇത് നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ജോലി സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത ജോലികളുണ്ട് അവിടെ. വീടുണ്ടാക്കുക, വീട്ടുപണിക്ക് സ്ത്രീകൾ കൂടുതല. അത് പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ജോലിയാണ്. ഇങ്ങനത്തെ ജോലികൾ സ്ത്രീകൾ മാത്രമേ ചെയ്യുള്ളൂ. കുക്കിംഗ് പലപ്പോഴും ആണുങ്ങളാണ് ചെയ്യുന്നത് വീടുകളിൽ. അതായത് ഈ അടുപ്പെന്ന് പറയുന്ന ഈ സ്ഥലം ഒരു പ്രധാന, അതാണ് വീട്ടിലെ ഏറ്റവും പ്രധാന സ്ഥലം അതാണ്. ഇപ്പം ഇവിടെ എല്ലാം ഈ ഭൂമി പെണ്ണുങ്ങളുടെ പേര് മാത്രമേ പാടുള്ളൂ. എവിടെ? ഈ പിന്നെ മേഘാലയയിലൊക്കെ. മേഘാലയയിലും അതെ അരുണാചലിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മേഘാലയയിൽ ഉറപ്പായിട്ടത് സ്ത്രീകളുടെ പേരിൽ മാത്രമേ ഭൂമി വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഭൂമിയുടെ ഭരണം മുഴുവൻ ആണുങ്ങളാണ്. കല്യാണം കഴിച്ചാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഭർത്താവ് അവിടുത്തെ ഒരാളാണ്. അപ്പം സ്ഥലം, വീട് ഒക്കെ എപ്പോഴും അവിടുത്തെ സ്ത്രീയുടെ പേരിലായിരിക്കും. 2-3 സ്ത്രീകളുണ്ടെങ്കിൽ 3 ഡിവൈഡ് ചെയ്തിട്ട് പേര് അവരുടെ ഓരോ. പവർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതൊക്കെ ആണുങ്ങളാണ്. ഭരണം, ഇപ്പൊ ഈ പഞ്ചായത്ത് പോലെ ഇവരുടെ, അതൊക്കെ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യമില്ല. ആരും മത്സരിക്കുകയോ ജയിക്കുകയോ അല്ല, അത് കാണുമായിരിക്കും മത്സരം. അതിപ്പോ നമ്മുടെ മോഡേൺ ഇതല്ലേ, അതിലതൊക്കെ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞ ഇവരുടെ ട്രഡീഷണൽ രീതിയിൽ സ്ത്രീകൾ അതിൽ ഇടപെടാറേയില്ല. കൃഷി മാനേജ് ചെയ്യുന്ന പലപ്പോഴും സ്ത്രീകളാണ്. അപ്പൊ ജോബ് ഡിവിഷനൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇത് അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ കണ്ടത് എനിക്ക് അറിയാവുള്ളൂ. ഇങ്ങനെയാണോ എല്ലായിടത്തും ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ഭാഷ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ വേഷം വ്യത്യാസം ഉണ്ടോ ഓരോ? പൊതുവെ എല്ലാവരുടെയും വേഷം തോന്നിയ ഇപ്പം എല്ലാവരും പിന്നെ മോഡേൺ സാധനങ്ങളാണ്. ട്രാക്ക് പാൻറ് അതൊക്കെയാണ് പണിക്ക് പോകുമ്പോൾ. എല്ലാം പഴയതൊക്കെ ആയിരിക്കും എന്നാൽ പോലും. പക്ഷെ അതിൻ്റെ എല്ലാം കൂടെ എവിടെയെങ്കിലും ഒരു 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 അവരുടെ ഒരു ട്രൈബിൻ്റെ ഒരു കാണും. ഇപ്പൊ മാലയാണെങ്കിൽ തന്നെ പലർക്കും, എല്ലാവരും മാലയുണ്ട് എല്ലാവർക്കും. മുത്തുമാല, അതിനൊക്കെ തന്നെ വ്യത്യാസമുണ്ട് ഓരോന്നിനും. പിന്നെ പഴയ പാർട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെവിയിൽ മറ്റേ കാട്ടുപന്നിയുടെ തേറ്റ, അത് ഇതൊന്നും അല്ല. ഞാൻ ഇങ്ങനത്തെ ആളുകളെ വഴിവെച്ചൊക്കെ കണ്ടിട്ടുള്ളത്. ഈ വീടുകളിൽ സ്കള്ള് സൂക്ഷിക്കുന്നു പറഞ്ഞല്ലേ, അതുപോലെ ഈ ആഭരണങ്ങളിലും ഈ ഇത്തരം രൂപങ്ങള് അങ്ങനെ ശ്രദ്ധിച്ചു? അത് പിന്നെ ഞാൻ കണ്ട 2 തലവെട്ടിയ ആളുകൾക്കും ഈ ഒരാൾക്ക് 4 എണ്ണം ഈ സ്കള്ള്, ഈ ബ്രാസിന്റെ ആളുടെ മാല, മറ്റേ ആൾക്ക് 5 എണ്ണം. അത് ഇവര് വെട്ടിയതിന്റെ നമ്പറാ? അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ അങ്ങനത്തെ വരുന്നതിന്റെ കടയിൽ ഇതും ഇവിടെയും പോയി ഉണ്ടാക്കുന്ന വരുന്നുണ്ട്. പിന്നെ തോക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ കൊല്ലന്മാർ ഇവിടെ നിന്ന് തോക്കുണ്ടാക്കും. അതൊക്കെ ഒരു വിഷയമേ ഇല്ല. വലിയ തോക്കോ? സാധാരണ മറ്റേ ഡബിൾ ബാരൽ തോക്കൊക്കെ ഇല്ലേ, അതൊക്കെ. ആയുധപ്രമം ഭയങ്കരമാണ്. വയലൻസ് ഉണ്ടോ? കാണുമല്ലോ. പിന്നെ ഇവരെല്ലാവരും ഒരുതരം വാറിങ് ട്രൈബ്സ് ആണ്. യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാന്നുള്ളത്. ഈ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറെ വലിയ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ. അപ്പുറത്തെ ഗ്രാമമൊക്കെയാണ് ഈ ശത്രു എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ലോക്കൽ ബോഡി പരിപാടികളുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്ന മറ്റേ ഇല്ല, അങ്ങനത്തെ ഒരു അവരുടെ സ്വന്തം രീതിയിൽ അവരൊക്കെ ചെയ്യുന്നത്. അതിനൊന്നും ഈ പറഞ്ഞ പോലെ
മറ്റ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സ്റ്റൈലിലൊന്നും അല്ല. അപ്പം ഇലക്ഷനോ വാർഡ് വിഭജനവും അതൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഭൂമിക്കൊന്നും രേഖയൊന്നും പലർക്കും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തിനാന്ന് അവർക്ക് അറിയാൻ വയ്യ, അത് നമുക്ക് കണ്ടാ അറിയാൻ വയ്യാന്നിരിക്കുന്നത്. ഈ ആങ്കിന്റെ വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളാണല്ലോ, അവരെ നമ്മളെ എങ്ങനെയാ പ്രസന്റ് ചെയ്ത്, നമ്മൾ ആരായിട്ടാണ് അവരെങ്ങനെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ്, അത് ഒരു കപ്പൂച്ചിൻ അച്ഛനാണ്. ആ പുള്ളി അരുണാചലിലുള്ള ആളാണ്. അങ്ങേരുടെ ഒരു കോണ്ടാക്ട് വേറൊരാള് ഇവിടെ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അയാളൊരു പിന്നെ ഈ പറഞ്ഞ പോലെ ഹിമാലയത്തിൽ ട്രക്കിങ്ങിന് പോവുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ്, മലയാളിയാണ്. അങ്ങനെയാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത് ഇയാളുടെ. അപ്പം ഇയാളുടെ നമ്പർ ഇയാളെ വിളിക്കണമെങ്കിൽ എപ്പോഴും ഒന്നും വിളിക്കാൻ പറ്റില്ല, കാരണം അയാൾ ഏതൊരു പ്രത്യേക സ്ഥലത്തുള്ളപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇയാളെ വിളിച്ചപ്പോൾ എല്ലാം എൻ്റെ ധാരണ ഇതൊരു ഒരു മിനിമം ഒരു 19 വയസ്സൊക്കെ ഉള്ള ഒരു രാജാവായിരിക്കും എന്നാണ്. ഇത് ഇംഗ്ലീഷ് അറിയാം. ചെന്നപ്പോൾ അല്ലേ ഒരു പയ്യൻ. പേരെന്താണ്? അപ്പം അവൻ്റെ പേര് ആങ് ടോണിയെ, ടോണിയെ, ആങ് ടോണിയെ ആണ് എൻ്റെ പേര്. പിന്നെ അവിടെയുള്ള എല്ലാവരുടെയും ഈ വായിൽ എപ്പോഴും മുറുക്കാനാണ്. അത് കോമണാ. അത് ബീഹാർ മുതൽ അങ്ങോട്ട് വെറ്റിലയാണോ മുകലയാണോ പാക്കാണോ ഏതായാലും ഈ ഒരു പല്ലെല്ലാം കറുത്ത് അങ്ങനെയാ എല്ലാവരുടെയും. അത് പിന്നെ ഇവരുടെ ഈ കോനിയാക്ക് പിന്നെ ട്രൈബുകൾക്ക് പല്ല് കറുപ്പിക്കുന്ന പരിപാടിയുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്. ആ, അത് പലർക്കും ഉണ്ട്. കാരണം പിശാചിനും പട്ടിക്കുമാണ് പുലത്തെ പല്ലുള്ളതെന്ന് ഒരു ധാരണ, ഒരു ചൊല്ല് പല ട്രൈബിലുണ്ട്. പല്ല് കറുപ്പിക്കും, എന്ന് വെച്ചാൽ പെർമനന്റ് ബ്ലാക്കാ പിന്നത്. അങ്ങനത്തെ ഒരാളെ കണ്ടു. ചോദിച്ചോ എന്നിട്ട്? ഏതാ? എങ്ങനെ ചോദിക്കാനാ, ഭാഷ അതല്ലേ, ഒന്നും ചോദിക്കാൻ പറ്റൂല്ലോ, അതല്ലേ പ്രശ്നം മുഴുവൻ. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ മൊത്തം ആംഗ്യത്തിലായിരുന്നോ? ഒന്നാമത് ഈ ക്യാമറ കാണുമ്പോൾ തന്നെ ഇതിൽ 1-2 പേര് ഞാൻ പറഞ്ഞില്ലേ, ഈ വിദേശികളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളവരുണ്ട്, ഈ നാഷണൽ ജിയോഗ്രാഫിക്കിൽ വന്ന് പടം ഉള്ളവരുണ്ട്. അപ്പം ക്യാമറ കണ്ട ഉടനെ ഇവര് അതിൽ പോസ് ചെയ്യുക മാത്രമല്ല, അകത്ത് പോയി എല്ലാം ഇട്ടുകൊണ്ട് വന്ന്. ഞാൻ ചെന്നപ്പോൾ പുള്ളിയോട് മര്യാദയ്ക്ക് എന്തോ ഒരു ജോലി എടുത്തോണ്ടിരിക്കുക. ഈ യാക്കിന്റെ യാക്കല്ല, ഈ ഇതിന്റെ രോമം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തോ ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു നല്ല പ്രായം ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചുമ്മാ 2-3 പടം എടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അകത്ത് പോയി മറ്റേ ഇതൊക്കെ ഇട്ട് തൂവലൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് വന്നു. ഈ പക്ഷികളില്ലാന്ന് പറഞ്ഞില്ലേ, അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ? ഞാൻ കണ്ട പല സ്ഥലത്തും അങ്ങനെയാ. അത് പണ്ട് ഞാൻ ഈ ഒറീസയിലൊക്കെ പോയിട്ടുള്ളപ്പോഴും അതെ, പിള്ളേരൊക്കെ എല്ലാവരും എടുത്ത് 2 വയസ്സുള്ള പിള്ളേരൊക്കെ ഈ കവണയായിട്ടാണ് നടക്കുന്നത്. കൊച്ചിലെ മുതൽ തുടങ്ങും. ഭക്ഷണമാക്കില്ല, ഭക്ഷണം പേരിന് എന്തെങ്കിലും പറഞ്ഞാൽ ആക്കുമായിരിക്കും, പക്ഷേ അതൊന്നും അല്ല അവരുടെ മെയിൻ ഭക്ഷണം. എന്നിട്ട് ഞാൻ രാവിലെ ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു പോകുന്നുണ്ടെന്ന് പറഞ്ഞ്, ഇവനെ ഞാൻ വൈകുന്നേരം പിന്നെയും കാണുക വേറെ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു വല്ലതും കിട്ടിയോന്ന് ചോദിച്ചു. ഒന്നും കിട്ടിയില്ലെന്ന്. അത് ഇല്ല. ആ